നമസ്കാരം, ഹാരിസാണ്. ചാനൽ RB. ഓഗസ്റ്റ് 15 ഇന്ന് തൊട്ട് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചില ഫോട്ടോസ് കാണിച്ചു തരാം. കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത്, കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു ദയനീയ അവസ്ഥ. എന്താണ് കാസർഗോഡ് നഗരസഭ കാണിക്കുന്നത്, നമ്മോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? വർഷം ഇത്രയായി ഇതെന്തുകൊണ്ട് നടപ്പിലായില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് നമുക്ക് ആവശ്യം. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഫോട്ടോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രമാണ്. ഇതിൻ്റെ ഉദ്ഘാടനം 2022 ഡിസംബർ മാസം 31 ഓൺലൈൻ വഴി നിർവഹിച്ചതായി ഇതിൻ്റെ രേഖപ്പെടുത്തിയ ഫലകം കാണാം. കാസർഗോഡിൻ്റെ MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ് MLA ഉണ്ട്. അന്നത്തെ ചെയർമാൻ VM മുനീറിൻ്റെ പേര് കാണാൻ, മറ്റുള്ള പ്രതിനിധികളുടെ പേരുകൾ കാണാം. എന്നാൽ വർഷം 2 അടക്കുന്നു, ഇത് ഇന്ന് വരെ തുറന്നു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കാര്യമാണ് നാം പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് തുറന്നു കൊടുത്തിട്ടില്ല? ഇങ്ങനെ പൊതുജനങ്ങളുടെ പണം എന്തുകൊണ്ട് പാഴാവുന്ന രീതിയിലേക്ക് ഇതിങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു വികസനം വന്നാൽ അത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാതെ മലപ്പോക്ക് സമീപനം സ്വീകരിക്കുന്ന രീതിയിലേക്ക്, ആളുകൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് നമ്മുടെ വികസനം വഴിമാറുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് കാസർഗോഡിൻ്റെ ഹൃദയഭാഗമാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അന്യജില്ലക്കാർ, മറ്റുള്ള ജില്ലക്കാർ, മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ ഒക്കെ കാസർഗോഡ് വരുമ്പോൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങുന്ന ആളുകൾ, ഇല്ലെങ്കിൽ ട്രെയിൻ പിടിച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ആളുകൾ, ഇവരൊക്കെയും കാസർഗോഡിനെ വിലയിരുത്തുക ഒരു ഹൃദയഭാഗമായ കാസർഗോഡ് ബസ് സ്റ്റാൻഡും പരിസരവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടാണ്. അപ്പം നാം മനസ്സിലാക്കേണ്ട കാര്യമല്ലേ, ഇത് ഭംഗിയിൽ വെക്കേണ്ടതും വൃത്തിയിൽ വെക്കേണ്ടതും ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ടതും നഗരസഭയുടെ ബാധ്യതയാണ്, ചുമതലയാണ്. അപ്പോൾ ഓരോ കാലത്തുമുള്ള ഭരണസമിതി, അതിൻ്റെ ഭാരവാഹികൾ അത് വൃത്തിയായി ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും അതിനെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതും അത് നഗരസഭയുടെ ചുമതലയാണ്. ഇതിൽ ഒരു ഷട്ടർ കാണാം. ഈ ഷട്ടറിൽ ഒരു ചെറിയൊരു കടമുറി പോലെയാണ്. ഇതൊരു ക്യാൻറ്റീന് വിഭാവനം ചെയ്ത മുറിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആയത്. ഇതിലൊരു ചെറിയൊരു ക്യാൻറ്റീൻ വരും. അപ്പോൾ ക്യാൻറ്റീൻ ലേലം വിളിച്ച് ആളുകൾക്ക് എടുക്കാം. അതുമാത്രവുമല്ല, ഈ വിശ്രമ കേന്ദ്രത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ, മറ്റു അനുബന്ധ കാര്യങ്ങളും ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് ഉപകാരപ്പെടും. പക്ഷേ തുറന്നു കൊടുത്താലല്ലേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ. വർഷം 2 കഴിയുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഇത് നശിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് വെള്ളം എത്തിക്കാൻ സൗകര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വെള്ളം എത്തിക്കേണ്ട ചുമതല നഗരസഭക്കല്ലേ. ആ നഗരസഭ അത് വൃത്തിയായി ചുമതല വഹിച്ചിരുന്നെങ്കിൽ വർഷം 2 മുമ്പേ, ഇല്ലെങ്കിൽ ഇത് അന്ന് ഉദ്ഘാടനം ചെയ്ത അന്ന് തൊട്ടേ ഇത് പ്രവർത്തിച്ച് തുടങ്ങാമായിരുന്നില്ലേ. ഈ വിശ്രമ കേന്ദ്രം ഇങ്ങനെ നശിച്ചു പോകുന്നു. അതിങ്ങനെ ദീർഘിച്ച് പോകാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള നടപടി നഗരസഭ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. നഗരസഭയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. മുൻ നഗരസഭാ ചെയർമാൻ VM മുനീറിനോട് കാര്യങ്ങൾ ആരായേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിലവിലെ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിനോട് നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് കണ്ട് വരാം. പുതിയ സ്റ്റാൻഡിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിശ്രമ കേന്ദ്രം, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് സംവിധാനം. അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതി തുടങ്ങിയത് നിങ്ങളെ ഭരണകാലത്തല്ലേ? അതെ. അപ്പോൾ ആ പദ്ധതി ഇപ്പോൾ ഒരു ഉദ്ഘാടനം ആവാതെ അവിടെ കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നോ? അല്ല, എന്താണ് ആ പദ്ധതി അങ്ങനെ തുറക്കാതെ അങ്ങനെ ഉള്ളതിന് കാരണം? സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അതിൻ്റെ ഏകദേശം 99% വർക്കും പൂർത്തിയായിട്ടാണ് അതിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പക്ഷെ അതിനൊരു സാങ്കേതിക തടസ്സം വന്നതെന്ന് വെച്ചാൽ അതിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു സപ്ലൈ, അത് നമ്മൾ അപേക്ഷ നൽകിയപ്പോൾ ആ വഴിയിലൂടെ വാട്ടർ സപ്ലൈ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
വഴിയെന്ന് പറയുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കോംപ്ലക്സിലേക്ക് ഉപയോഗിക്കുന്ന കുഴൽക്കിണർ വഴിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ അത് ഇതിലേക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാതെ പോയത്. അപ്പോൾ അതിന് ബദൽ എന്ന നിലയിൽ താൽക്കാലികമായി വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശ്രമം ഞാൻ ചെയർമാൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു സജഷന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അതിനിടയിൽ പിന്നെ എനിക്ക് ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വന്നു. തുടർന്ന് എന്താണ് പുതിയ ഭരണസമിതി, പുതിയ നേതൃത്വം അതേക്കുറിച്ച് എടുത്തത് എന്നുള്ള ഒരു വിവരം അറിയാത്തതുകൊണ്ട് പിന്നെ അത് തുറന്നു കൊടുക്കുന്നത് എപ്പോൾ എന്ന് പറയുന്ന ഏത് സമയത്ത് തുറന്നു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നഗരസഭ മുൻ ചെയർമാൻ VM മുനീർ നമ്മോട് പറയുന്നത്. ചാനൽ RBയോട് പൊതുപ്രവർത്തകനായ കൂക്കൽ ബാലകൃഷ്ണൻ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഈ വനിതാ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മാതൃത്വമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. സാധാരണ മനുഷ്യന് വിശ്രമിക്കാൻ അവിടെ പേരുള്ള ഒരു സ്ഥാപനമുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണത്. ഏറ്റവും സൗകര്യങ്ങളും വിശാലമായി നിൽക്കുന്ന ബസ് സ്റ്റാൻഡാണ്. സ്ത്രീകൾക്ക് അവരുടെ സ്വകാര്യതയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളെ നാട്ടിലെ സ്ത്രീകളെ മാത്രം കണ്ടാൽ പോരാ. ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുപോലെ ജില്ലയ്ക്ക് പുറത്ത് യാത്ര ചെയ്തു വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, യാത്രക്കാരായ സ്ത്രീകളുണ്ട്. ഇവർക്കൊക്കെ സുഖമായി ഇരുന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ AC റൂമൊക്കെ കാണുന്നില്ലേ, വിശ്രമ കേന്ദ്രം, അതുപോലെ ഇരുന്ന് വിശ്രമിക്കാൻ സുരക്ഷിതത്വവും ശുചിത്വവുമുള്ള മുറികളാണ് ആവശ്യം. അത് ഉദ്ഘാടനം ചെയ്തു വന്നാൽ അതൊരു തമാശയാണ്. കാരണം കാസർഗോഡിൻ്റെ ഹൃദയമാണ് ഈ ബസ് സ്റ്റാൻഡും ഈ പരിസരങ്ങളും. കാസർഗോഡ് ജില്ലയുടെ കേന്ദ്രമാണ്, ജില്ലാ കേന്ദ്രമാണ്. ആളുകൾ മുഴുവൻ വന്ന് ഇറങ്ങുന്ന സ്ഥലം, റെയിൽവേയിലായാലും മറ്റ് നാട്ടിൽ നിന്നായാലും വന്നിറങ്ങുന്ന സ്ഥലം. കാസർഗോഡിനെ എങ്ങനെ എന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്ന സ്ഥലം. അവിടെ ഒരു വനിതാ ശുചിത്വ കേന്ദ്രം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയാൽ അത് നന്നായി മറ്റുള്ളവർക്ക് പോയി പറയാൻ പറ്റില്ല. കാസർഗോഡ് പോയി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വനിതകൾക്കുള്ളൊരു പ്രത്യേക സ്ഥാപനം കണ്ടു, ഞങ്ങൾ അതിനകത്താണ് വിശ്രമിച്ചത്, ഞങ്ങളെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെയാണ്, നല്ല ശുചിത്വമുള്ളൊരു സ്ഥാപനം. ഇതെന്താ സ്ഥിതി അറിയോ? 2022 ലാസ്റ്റാണെന്ന് തോന്നുന്നു, ഏതാണ്ട് ഒരു 1.5 വർഷത്തിലധികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ MPയും MLA ഒക്കെ പങ്കെടുത്ത് ഉദ്ഘാടനം നടത്തിയതാണ്. പക്ഷെ അത് തുറന്നിട്ടില്ല. അതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കെട്ടിടം കിട്ടിയതുകൊണ്ട് അതിന് ജീവൻ ഉണ്ടാവണമെന്നില്ല. അതിൽ ആളുകൾ പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങണം. ആളുകൾ പ്രവേശിക്കണം, പ്രധാനമായിട്ട് വെള്ളം വേണം. വെള്ളമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടർ സപ്ലൈ അതിലുണ്ടോ എന്താണെന്നില്ല കൃത്യമായിട്ട് അറിയില്ല. വെള്ളം വേണം, വൈദ്യുതി വേണം. ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ ഇപ്പോൾ നമ്മളെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ അത്ര കാണാറ്. ഗവൺമെൻറ് സ്ഥാപനങ്ങളോടാണ് നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടാവുക. അതാണ് നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുക. പ്രൈവറ്റ് വേണ്ടാന്നല്ല. പക്ഷേ ഈ ഗവൺമെൻറ് സ്ഥാപനത്തിന് ഡിപ്പാർട്ട്മെൻറ്റ് KSEB, ഇത് മുനിസിപ്പാലിറ്റി, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ യോജിച്ചിട്ട് ഇപ്പോൾ ഒരു വൈദ്യുതി കൊടുക്കാൻ 2 വർഷം സമയം വേണം. ഇന്ന് തീരുമാനിച്ചാൽ നാളെ അവിടുത്തെ ഓവർസിയേഴ്സ് എഞ്ചിനീയർ വന്ന് വൈദ്യുതി കൊടുക്കുക, എസ്റ്റിമേറ്റ് എടുത്ത് വൈദ്യുതി കൊടുക്കാവുന്നതേ ഉള്ളൂ. വൈദ്യുതി ഇല്ല. വാട്ടർ സപ്ലൈ, വാട്ടർ അതോറിറ്റി ബന്ധപ്പെടണം. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനം നടത്തി അത് പൂർത്തീകരിക്കുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളത്. അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റിയായാലും കോർപ്പറേഷനായാലും അവരുടെ ചുമതല ജനപ്രതിനിധികളുടെയും ആ സഭയുടെയും ഉത്തരവാദിത്തമാണ് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് സജീവമായി പ്രവർത്തിക്കുക എന്നുള്ളത്. ഇതൊരു വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല. ഏത് സ്ഥലത്തായാലും ഇങ്ങനെ അനാഥമായി കിടക്കുന്ന എത്രയോ കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ച കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ അത് അവരുടെ ഇതിൽ വന്നു, ഞങ്ങളിങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് എന്താ ആവശ്യം? ജനങ്ങളത് ഭംഗിയായി ഉപയോഗിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഒരു വ്യക്തിക്കോ സംഘടനക്കോ കൊടുക്കട്ടെ, അവരത് നന്നായിട്ട് നോക്കിയെടുക്കുക, അവർക്കൊരു വരുമാനം കിട്ടും. അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചാൽ മതി. സർക്കാർ തലത്തിലുള്ള ഏത് സ്ഥാപനവും നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് സജീവമാവണമെങ്കിൽ അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വകുപ്പുകളുടെ ഏകോപനത്തോട് ചെയ്യാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം, അത് വെരിഫൈ ചെയ്യുന്ന ആളുകളുണ്ടാവണം, നന്നായി നടത്താനും കഴിയണം. അതാണ് കാസർഗോഡ് ആവശ്യം. അതല്ലാണ്ട് കെട്ടിയിട്ടിറങ്ങാൻ പോയാൽ ഒന്നും നടക്കില്ല. അത് തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് കാണുന്നത്. ഇപ്പോൾ ആധികാരികമായി പറയാൻ സാധിക്കുക ചെയർമാനാണ് അബ്ബാസ് ബീഗം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. വനിതകൾക്ക് വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രം, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിയാതെ, ഇല്ലെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫലകത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് തുറന്നു കൊടുക്കാൻ പറ്റുന്നില്ല? അത് ഏകദേശം അതിൻ്റെ പണി മുഴുവനും പൂർത്തിയായിട്ടുണ്ട്.
അതിൻ്റെ ഇലക്ട്രിക്കൽ ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ച് നീണ്ടുപോയി. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അവൈലബിൾ അവിടെ ആ ഭാഗത്ത് കിട്ടാനുള്ള സംവിധാനം കുറച്ച് കുറവായിരുന്നു. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ഉണ്ടാക്കി. അതിപ്പോൾ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവും. അത് ഏകദേശം ഈ മാസം തന്നെ അത് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാസർഗോഡ് നഗരസഭ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ അപ്പോൾ അതിൻ്റെ KCB കറണ്ട് ലൈൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാം കിട്ടി. എല്ലാം കിട്ടി. കറണ്ടും കിട്ടി, വെള്ളത്തിൻ്റെ സംവിധാനമായി. ഇനിയിപ്പോൾ ഈ മാസം ഏതായാലും അതിൻ്റെ ഒരു ഡേറ്റ് വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഓക്കെ, അതിനില്ല ക്യാൻറ്റീന് ഒരു സംഭവം, ഒരു റൂം ക്യാൻറ്റീൻ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഷട്ടർ ഉള്ളത് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, കുടുംബശ്രീക്ക് കൊടുക്കുകയാണോ അല്ല പുറത്ത് ടെൻഡർ വിളിച്ച്? ടെൻഡർ ബേസ് വെച്ചിട്ട് ലേലം ചെയ്തിട്ട് ആരാണോ കൂടുതൽ എടുക്കുന്നത് അവർക്ക് അത് തുറന്നു കൊടുക്കുന്നത്. അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഓക്കെ, ഒരു മല്ലപ്പോക്ക് സമീപനം ഉണ്ടായി വികസന കാര്യങ്ങളിൽ? മല്ലപ്പോക്ക് സമീപനങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫണ്ടിൻ്റെ കാര്യങ്ങളും അതും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നു. അപ്പോൾ ഗവൺമെൻറ് ഫണ്ടുകളിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ കാസർഗോഡ് നഗരസഭ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഉദ്യോഗസ്ഥർ വഴങ്ങുന്നില്ല, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു ഈ അടുത്തിടെ കാസർഗോഡ് നഗരസഭയിൽ. അങ്ങനെയുള്ള പരാതി ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചെയർമാനു ശേഷം അങ്ങനെ ഉണ്ടോ? കാസർഗോഡ് നഗരസഭയിൽ അങ്ങനെ ഒരു ആരോപണം ഉദ്യോഗസ്ഥന്മാർ വഴങ്ങില്ലെങ്കിൽ അതിനെ വഴങ്ങിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണല്ലോ ജനപ്രതിനിധി എന്ന നിലക്കും അതുപോലെ തന്നെ ഭരണതലത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഞങ്ങളത് പ്രതികരിക്കുകയും അതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, ഔദ്യോഗികമായി നഗരസഭാ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഈ മാസം തന്നെ അത് തുറന്നു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ശുഭപ്രതീക്ഷയോട് കൂടി നമുക്കത് തുറന്നു കൊടുക്കും എന്ന് തന്നെ കരുതാം. നാട്ടുകാർക്ക് ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഉപകാരപ്രദമാവട്ടെ, അമ്മമാർക്ക് ഉപകാരപ്രദമാവട്ടെ ഈ ഒരു ആശയം വിശ്രമ കേന്ദ്രം എന്നുള്ളത് നമുക്ക് ആശംസിക്കാം. ഈ മാസം അവസാനം വരെ നമുക്ക് കാത്തിരിക്കാം. ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളും മറ്റു ചർച്ചകളും നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ചാനൽ RBUമായി തുടർന്നും സഹകരിക്കുക. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തു തന്നെ മറ്റൊരു വ്യാപാരികളുമായി ബന്ധപ്പെട്ട, തെരുവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. അതിലും ഞാൻ നഗരസഭാ ചെയർമാൻ്റെയും മുൻ ചെയർമാൻ്റെയും പ്രതികരണം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ RBUമായി സഹകരിക്കുക. മുന്നോട്ട് നിങ്ങളുടെ പിന്തുണ അനിവാര്യമാണ്, നിങ്ങളുടെ പ്രതികരണം അനിവാര്യമാണ്, നിങ്ങളുടെ കമൻറ്റുകൾ അനിവാര്യമാണ്. നമസ്കാരം.